മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ ഏറെ ഇഷ്ടമുള്ള ഒരു നടിയാണ് നമ്മളൊക്കെ തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന മഞ്ജു വാര്യർ. യഥാർത്ഥത്തിൽ ആ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരൊറ്റ നടി മാത്രമേ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ വിഭാഗത്തിലേക്ക് പേരുകൊണ്ടെങ്കിലും എത്തിപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. നയൻതാരയുടെ കാര്യത്തിൽ അവർ തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പക്ഷേ കേരളത്തിലാകെയുള്ളത് മഞ്ജു വാര്യർ മാത്രമാണ്. മഞ്ജു വാര്യരുടെ അഭിനയ ചാതുര്യയെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ടതില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അവർ ഗംഭീരയായി അഭിനയിക്കുന്ന ഒരു നടിയാണ്. അത്രമാത്രം മിടുക്കും ടാലൻറ്റും ഉള്ളതുകൊണ്ടാണ് സിനിമയിൽ നിന്ന് നിരവധി വർഷങ്ങൾ, ഏതാണ്ട് 10-16 കൊല്ലത്തോളം അവർ അവധിയെടുത്ത് പുറത്തു നിൽക്കുകയും അവർ ദിലീപിനൊപ്പം ഭാര്യയായി ജീവിക്കുകയുമൊക്കെ ചെയ്തതിന് ശേഷം ആ ബന്ധത്തിൽ നിന്ന് അവർ പുറത്തേക്ക് വരുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ കേവലം 1500 രൂപയാണ് അവരുടെ കയ്യിലുണ്ടായിട്ടുള്ളത്. പക്ഷെ അവരുടെ കയ്യിൽ വലിയ ടാലൻറ്റും മിടുക്കും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ശ്രീകുമാർ മേനോൻ അവരെ ഒരു പരസ്യ ചിത്രത്തിലൊക്കെ അഭിനയിച്ചിരുന്നു, കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ. അതിനുശേഷം അവർക്ക് നിരവധി സിനിമകൾ കിട്ടിയിരുന്നു. നമുക്കെല്ലാം അറിയാം, ഹൗ ഓൾഡ് ആർ യു മുതൽ നിരവധി സിനിമകൾ കിട്ടിയിരുന്നു. ഇപ്പോൾ അവർ ഫിനാൻഷ്യലിയൊക്കെ വളരെ സ്റ്റേബിളാണ്, അതിഗംഭീരമായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അജിത്തുമായിട്ടൊക്കെ തന്നെ പല സിനിമകളിൽ അഭിനയിക്കുകയും അവരൊറ്റക്ക് തന്നെ അതുകൊണ്ട് ബുള്ളറ്റ് ബൈക്കൊക്കെ മേടിച്ചുകൊണ്ട് റൈഡുകൾക്കൊക്കെ പോവുകയും ചെയ്യുന്ന കാഴ്ച തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയുന്ന മറ്റൊരു സംവിധായകൻ, അദ്ദേഹം ഇവരെക്കുറിച്ച് ഇവരുടെ ജീവിതം വലിയ അപകടത്തിലാണെന്നും ഇവരെ കൊല്ലപ്പെടുമെന്നും ഇവരുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ഇവർക്ക് നേരെ ചൂണ്ടിയൊരു തോക്കെപ്പോഴും ഉണ്ട് എന്ന് പറയുന്ന നിരവധി ആരോപണങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സനൽകുമാർ ശശിധരൻ എന്നാണ്. ഏതാണ്ട് 49 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ വലിയ പ്രായമൊന്നുമില്ല. ആ 49 വയസ്സുള്ള സനൽകുമാർ ശശിധരൻ, അദ്ദേഹം കുഴപ്പമില്ലാത്തൊരു ഡയറക്ടറാണ്. അദ്ദേഹം ഏറ്റവും ആദ്യമേ തന്നെ അതിശയം എന്നൊക്കെ പറയുന്ന ഒരു ഷോർട്ട് ഫിലിമൊക്കെ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സിനിമ ഒരാൾ പൊക്കമാണ്. അപ്പോൾ അതിനൊക്കെ തന്നെ അവാർഡ് കിട്ടിയതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ. പിന്നെ ഒഴിവ് കാലത്തെ കളി, സെക്സി ദുർഗ, അതുപോലെ മറ്റ് നിരവധി സിനിമകൾ, ചോല, വഴക്ക്, കയറ്റം, ഇതുപോലെയുള്ള നിരവധി സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. 6-7 സിനിമകൾ എടുത്തിട്ടുണ്ട്. അതിൽ കയറ്റം എന്ന് പറയുന്ന സിനിമയുടെ കോ പ്രൊഡ്യൂസറും അതിൽ അഭിനയിച്ചിട്ടുള്ളതുമൊക്കെ തന്നെ മഞ്ജു വാര്യരാണ്. അപ്പോൾ മഞ്ജു വാര്യരുമായിട്ട് അദ്ദേഹം ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവകാശപ്രകാരം അദ്ദേഹം മഞ്ജു വാര്യരുമായി പ്രണയത്തിലായി. മഞ്ജു വാര്യർക്കും അവരോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. നമുക്കങ്ങനെ തോന്നുന്നില്ല, പക്ഷെങ്കിലും ഇപ്പം നമുക്കറിയില്ലോ, ആർക്ക് വേണമെങ്കിലും അങ്ങനെ അവകാശപ്പെടാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലായിരിക്കും അദ്ദേഹം അങ്ങനെ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം വേറൊരു സിനിമ എടുക്കാൻ കൂടി ഇവർ പ്ലാൻ ചെയ്തിരുന്നു. ഈ കയറ്റം എന്ന് പറയുന്നത് റിലീസായില്ല. ഇദ്ദേഹത്തിൻ്റെ മറ്റു പല സിനിമകളും റിലീസായിട്ടില്ല. കാരണം റിലീസാകുന്നതിന് മുമ്പ് ഇദ്ദേഹം അവരുമായിട്ടൊക്കെ ഉടക്കുകയും വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കയറ്റം എന്ത് ചെയ്തില്ല, റിലീസായില്ല. റിലീസായതിന് ശേഷം അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞൊരു 3-4 കൊല്ലമായി അദ്ദേഹം നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു വാര്യർ വലിയ അപകടത്തിലാണ്, ജീവൻ അപകടത്തിലാണ്, മഞ്ജു വാര്യർ കൊല്ലപ്പെടും എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ മഞ്ജു വാര്യർ തന്നെ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം സ്റ്റോക്ക് ചെയ്യുന്നു, പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു, ഹരാസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പോലീസ് മഫ്റ്റിയിൽ ചെന്ന് ഇദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോരുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോയപ്പോൾ നമ്മളൊരു വലിയ നിലവിളിയൊക്കെ കേട്ടു. കാരണം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ ഗുണ്ടകൾ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ്. പിന്നീട് ഗുണ്ടകളല്ല, അത് പോലീസുകാരാണെന്ന് മനസ്സിലായി. പിന്നീട് ഇദ്ദേഹം അവിടെ ഇറങ്ങി കുറച്ച് ദിവസം ജയിലിൽ കിടന്ന് അദ്ദേഹം ജാമ്യത്തിൽ വിട്ടു. അതിനുശേഷം ശരിക്കും അതുണ്ടെങ്കിൽ പിന്നീട് ജയിലിൽ കിടന്നില്ലെന്ന് തോന്നുന്നു, അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടു. അതിനുശേഷം അദ്ദേഹം മറ്റൊരു കേസിൽ കൂടി അദ്ദേഹം അറസ്റ്റിലായിരുന്നു, അത് ബോംബെയിൽ വെച്ച്. അതിനുശേഷം അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ പോയതിനു ശേഷം അവിടെ ഏതൊക്കെയോ പണിയെടുത്ത് ജീവിക്കുകയാണ്. പക്ഷെ അന്നേരവും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ വലിയ വോയിസ് ക്ലിപ്പുകൾ പുറത്തേക്ക് വിട്ടു. ആ വോയിസ് ക്ലിപ്പുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് 1 മണിക്കൂറിലധികം, 1.5 മണിക്കൂറൊക്കെയുള്ള വോയിസ് ക്ലിപ്പുകളാണ്. ആ വോയിസ് ക്ലിപ്പുകൾ മുഴുവൻ ഞാൻ കേട്ടതാണ്. ആ വോയിസ് ക്ലിപ്പുകളിലൂടെ അദ്ദേഹം പറയുന്നത് മഞ്ജു വാര്യർ അദ്ദേഹവുമായി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പുകളാണ് പുറത്തു വിട്ടത്. പക്ഷേ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്കറിയാം മഞ്ജു വാര്യരല്ലെന്ന് മനസ്സിലാവും. പക്ഷേ അത് സൗണ്ട് മാറ്റി അവർ ഇൻ്റർനെറ്റ് ഫോണിലൂടെയാണ് സംസാരിച്ചത്. കാരണം അല്ലെങ്കിൽ സനൽകുമാർ ശശിധരനുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടാൽ അപ്പം തന്നെ ഇവർ കൊല്ലപ്പെടും എന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് യാതൊരു അറിവുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നത് മഞ്ജു വാര്യരുടെ കൂടെ തന്നെയുള്ള ബിനീഷ് ചന്ദ്രനെ പോലെയുള്ള ആളുകൾ അവരൊക്കെ തന്നെ ഇതുവരെ തടങ്കലിൽ വെച്ചിരിക്കുകയാണ്. മഞ്ജു വാര്യർ ഉറങ്ങുന്ന മുറിയുടെ തൊട്ടപ്പുറത്ത് തോക്കുണ്ട് എന്നാണ് പറയുന്നത്. തോക്കാണ്, ഇനി അപ്പുറത്ത് പുലിയാണ്, അത് വന്ന് കടിക്കുമെന്ന് പേടിച്ചിട്ടാണ് മഞ്ജു വാര്യർ ജീവിക്കുന്നതെന്ന് അറിയില്ല. എന്താണെങ്കിലും മഞ്ജു വാര്യർ മകളെ വെച്ച് വിലവേശുകയാണെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു വാര്യർ ഇദ്ദേഹത്തിനെതിരെ തന്നെ 164 സ്റ്റേറ്റ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മഞ്ജു വാര്യർ ഒരു ചോദ്യം നാട്ടുകാർക്കൊക്കെ ഉണ്ട്, മഞ്ജു വാര്യർ വന്നിട്ട് തുറന്ന് പറഞ്ഞാൽ പോരെ, അങ്ങനെ ഒരു സംഭവമില്ല എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജു വാര്യരുടെ രീതികളിൽ അവരിപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ പലരും പല വീഡിയോകളും ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും അവരെ പ്രതികരിക്കാനൊന്നും അവർ വരാറില്ല എന്നുള്ള ഒരു വാസ്തവമാണ്. അവരിപ്പോൾ കല്യാണം അവരുടെ ദിലീപായിട്ടുള്ള ബന്ധം ഡിവോഴ്സ് ആയിട്ട് പോലും അവർ യാതൊരു കാരണവശാലും അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള കമൻറ്റും പറഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം. അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുത്തതുമായി ബന്ധപ്പെട്ട് അവർ ആളുകളെ ചതിച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ടായിട്ട് പോലും അവർ പബ്ലിക്കലി വന്നൊന്നും പറഞ്ഞിട്ടില്ലെന്ന് നമുക്കറിയാം. അവർ ഇത്തരം കാര്യങ്ങളോടൊന്നും റെസ്പോണ്ട് ചെയ്യാറില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ നേരെ തിരിച്ച് എനിക്ക് സനൽകുമാർ ശശിധരനോട് തിരിച്ചാണ് ഒരു ചോദ്യമുള്ളത്. അവരെ രക്ഷപ്പെടുത്തണമെന്ന് അവർക്കില്ലെങ്കിൽ പിന്നെ നിങ്ങളെങ്ങനെ രക്ഷപ്പെടുത്തു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നേരിട്ട് ഹാജരായി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്താൻ പോലും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴെങ്കിലും അവർക്ക് സത്യം തുറന്നു പറഞ്ഞുകൂടായിരുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. താങ്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പുറത്ത് പറഞ്ഞാൽ ഞാനുമായി ഇങ്ങനെ സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടു എന്ന് പുറത്ത് പറഞ്ഞാൽ തന്നെ അവർ കൊല്ലപ്പെടുമെന്നാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ താങ്കളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും താങ്കളുമായി മണിക്കൂറുകളോളം ദിവസങ്ങളോളം വർഷങ്ങളോളം ഏതാണ്ട് അമേരിക്കയിലായിരുന്നപ്പോൾ സംസാരിച്ചു എന്നുമൊക്കെ താങ്കൾ പറഞ്ഞിട്ട് പോലും അവരിതുവരെ കൊല്ലപ്പെട്ടിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അവരൊറ്റക്ക് റൈഡുകൾ പോകുന്നുണ്ട്, സോളോ ട്രിപ്പുകൾ ചെയ്യുന്നുണ്ട്, അവർ സ്വന്തം വണ്ടി ഓടിച്ച് ഈ പറയുന്ന പോലെ ഡിഫൻഡറൊക്കെ ഓടിച്ചാണ് അവർ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന അവരെക്കുറിച്ച് താങ്കൾ ഇങ്ങനെ വിലപിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം അദ്ദേഹം അതിൻ്റെ ഡയമെൻഷൻ കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് മഞ്ജു വാര്യരുടെ പ്രണയം, തീവ്രമായ പ്രണയം കൊണ്ട് മഞ്ജു വാര്യരെ ഏതോ അപകടത്തിലാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ച് അദ്ദേഹം രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള ധാരണ നാട്ടുകാർക്കൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ഇപ്പോൾ പുതിയ കാര്യവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇത് മഞ്ജു വാര്യർക്ക് മാത്രമുള്ളതല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി സ്ത്രീകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാം അടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ മാഫിയ. ആ മാഫിയക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ്. അതുകൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ആളുകളൊക്കെ തന്നെ ഇടപെടണം. അവരെ ഇതുപോലെയുള്ള വലിയ മാഫിയ സ്ട്രോങ് ആയതുകൊണ്ട്, ആ മാഫിയയിൽ അദ്ദേഹം ഞാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് മാഫിയയിൽ സ്ട്രോങ് ആയതുകൊണ്ട് അവരെല്ലാം തന്നെ ഇദ്ദേഹത്തിന് ഭ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ്. എൻ്റെ വളരെ ലളിതമായിട്ടുള്ള ചോദ്യം, താങ്കളൊരു വിവാഹിതനായിരുന്നു, കല്യാണം കഴിച്ചതാണ്, മക്കളുണ്ടായിരുന്ന ഒരാളാണ്, അതെല്ലാം പോട്ടെ, അവരെയൊക്കെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ താങ്കൾ അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമയിൽ ശങ്കർദാസ് പറയുന്നത് പോലെ ഭാനുപ്രിയ പറയുന്നത് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു പറയുന്നു, ഞാൻ സഹായിക്കാതെ വിടില്ല എന്ന് പറഞ്ഞ് പുറകെ കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു പ്രണയമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് താങ്കളുടെ മാത്രം അവകാശവാദമാണ്. ഇനി അഥവാ അങ്ങനെ പ്രണയമുണ്ടായെങ്കിൽ പോലും അതും സംബന്ധിച്ച് ഇതുപോലെ ഒരു സ്ത്രീയെ നാണം കെടുത്താൻ വേണ്ടി നിരന്തരമായി പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ആ സ്വകാര്യമായിട്ടുള്ള കാര്യം സ്വകാര്യമായി വെക്കാതെ താങ്കൾക്ക് അവരപകടത്തിലാണ്, എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് എനിക്കറിയുന്നതാണ് എന്ന് പറയാം. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ താങ്കൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് ചോദ്യത്തിനും നമുക്ക് ഉത്തരമില്ല. ഒരു കാര്യം ഞാൻ താങ്കളോട് പറയുന്നു, താങ്കൾ ചോദിക്കുന്നത് ഇതില്ല എന്നുള്ളത് മഞ്ജു വാര്യർ വന്ന് പുറത്തു പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ്. നേരെ തിരിച്ച് അതേ ചോദ്യം ഞാൻ താങ്കളോട് ചോദിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മഞ്ജു വാര്യർ ഞാൻ അപകടത്തിലാണ്, എന്നെ ആളുകൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാതെ എങ്ങനെ ഒരു പോലീസ് സംവിധാനത്തിനോ ഒരു അന്വേഷണ സംവിധാനത്തിനോ മുന്നോട്ട് പോകാൻ കഴിയും? പോലീസിന് സ്വമേധയെ കേസെടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ പോലും ആ കേസെടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുമായി ഇരകൾ സഹായിച്ചില്ലെങ്കിൽ അവർക്കതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാം. അതുകൊണ്ട് സനൽകുമാർ ശശിധരനോട് എനിക്കുള്ള അപേക്ഷ എന്ന് പറയുന്നത്, താങ്കൾ സിനിമകളിലേക്ക് തിരിച്ചു വരണം. താങ്കൾക്ക് ഒരു കൗൺസിലിംഗ് എടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം താങ്കൾ സിനിമകളിലേക്ക് തിരിച്ചു വരണം. പ്രതിഭാധനായിട്ടുള്ള ഒരു ഡയറക്ടറാണ് താങ്കൾ, ആ കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, താങ്കൾ ഈ പ്രണയം മൂത്തുകൊണ്ട് താങ്കൾക്ക് അവർ ഏതോ അപകടത്തിലാണെന്ന് വിചാരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നുള്ള തോന്നലാണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉള്ളത്. അതിലൊരു തെറ്റുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതേ കാര്യങ്ങൾ താങ്കൾ മറ്റ് സിനിമകളിലും കാഴ്ചവെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് താങ്കൾ ചോല എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു. അതിൽ ജോജു ആണ് ആ സിനിമ മൊത്തം മേടിച്ചത്. ആ സിനിമ മേടിച്ചതിന് ശേഷം ജോജു ഏതാണ്ട് 2-2.5 കോടി രൂപ മുടക്കിയതാണ്. അതിനുശേഷം താങ്കൾ പറയുന്നത് ജോജു ആ സിനിമ തിയേറ്ററിൽ നിന്ന് ആരോടും പറയാതെ തിരിച്ചെടുത്തു. കാരണം ആ സിനിമ ഇറക്കാൻ താല്പര്യമില്ല ജോജുവിനെന്നാണ് താങ്കൾ പറയുന്നത്. സ്വന്തം സിനിമയെ കൊല്ലാൻ ജോജു എന്നെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്.
ഇതേ അഭിപ്രായം തന്നെയാണ് താങ്കൾ ടൊവിനോയായിട്ട് എടുത്ത സിനിമയുടെ പേര്. ആ സിനിമയുടെ പേര് അന്വർത്ഥമായിരുന്നു, അതിൻ്റെ പേര് വഴക്ക് എന്നാണ്. അതിലും താങ്കൾ പറയുന്നത് ടൊവിനോയായിട്ട് വഴക്കുണ്ടായി, കൂടാതെ ലോകത്തുള്ള എല്ലാവരും തന്നെ താങ്കൾക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അതായത് ടൊവിനോയുടെ ഒരു മറ്റേ മാനേജറുണ്ട്, ഈ മാനേജർ അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ, ഗോകുൽ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന താങ്കൾക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. കൂടാതെ താങ്കളുടെ ബന്ധുവായിട്ടുള്ള ഒരു ഗിരീഷ് ചന്ദ്രനാണ് പാരമൗണ്ട് പിക്ചേഴ്സിൻ്റെ ഈ സിനിമയ്ക്ക് വേണ്ടി ടൊവിനോടൊപ്പം നിന്ന് കോ പ്രൊഡ്യൂസറായിരുന്നത്. അദ്ദേഹവും താങ്കളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കയറ്റത്തിലും ചോലയിലും വഴക്കിലുമൊക്കെയുള്ള എല്ലാ ആളുകളും തന്നെ ഈ ലോകം മുഴുവൻ തന്നെ താങ്കൾക്കെതിരെ കോൺസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ താങ്കൾ വലിയ മഹാനായിട്ടുള്ള ഒരു മനുഷ്യരാണ്. കാരണം താങ്കൾ പൗലോ കൊയ്ലോയ്ക്ക് എതിരാണ്. കാരണം പൗലോ കൊയ്ലോ പറയുന്നത് നമ്മൾ തീവ്രമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ഈ ലോകത്തെ ഓരോ പുൽക്കൊടികളും പ്രപഞ്ചങ്ങളും ഒക്കെ തന്നെ അത് സാർത്ഥകമാക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ നിൽക്കുമെന്ന് പറയുന്ന പോസിറ്റീവ് ബിലീഫ് ആണെങ്കിൽ, പ്രിയപ്പെട്ട സനൽകുമാർ ശശിധരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സനൽകുമാർ ശശിധരനെ തകർക്കാൻ വേണ്ടി ഇൻ്റർനാഷണൽ, നാഷണൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവൽ മാഫിയകളെല്ലാം കൂടി ഒന്നിക്കുകയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇനി പറയാനുള്ളൊരു കാര്യം, സിനിമ എടുത്തിട്ട് പോക്കറ്റിലിടുക, അത് ആരെയും കാണിക്കാതിരിക്കുക. കാരണം സിനിമ പുറത്തേക്ക് പോയാൽ ഭയങ്കരമായി ലീക്ക് ചെയ്യപ്പെടും എന്നാണ് പുള്ളി പറയുന്നത്. അതുകൊണ്ട് ടൊവിനോയുടെ മാനേജറും അതുപോലെ മഞ്ജുവിൻ്റെ മാനേജറും എല്ലാവരും തന്നെ ഈ മാഫിയയുടെ കണ്ണികളാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. കേരള പോലീസ് ഇതിൽ അടിയന്തരമായി ഇടപെട്ട് അന്വേഷിക്കണമെന്നാണ് സനൽകുമാർ ശശിധരൻ പറയുന്നത്. സനൽകുമാർ ശശിധരൻ, ഞാൻ തിരിച്ച് താങ്കളോട് ചോദിക്കുന്നു, താങ്കൾ പറയുന്നു മഞ്ജു വാര്യർ അപകടത്തിലാണ്. പോലീസ് വിളിച്ച് മഞ്ജു വാര്യരോട് ചോദിക്കുന്നു, നിങ്ങൾ അപകടത്തിലാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സഹായം വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊന്നും വേണ്ട, പുള്ളിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്, പുള്ളിക്ക് വെളിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെങ്ങനെ അന്വേഷിക്കുമെന്നാണ് സനൽകുമാർ ശശിധര ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന പോലെ ഇതിന് ഡെക്കറേഷൻസ് ഒന്നും വേണ്ട. താങ്കൾക്ക് മഞ്ജു വാര്യരോട് വലിയ പ്രണയമുണ്ട്, അതുകൊണ്ട് മഞ്ജു വാര്യർ ഏതോ അപകടത്തിലാണ് താങ്കൾ സ്വയം വിചാരിക്കുന്നു. ഇനി അങ്ങനെയല്ല, ആരൊക്കെയോ ബ്ലോക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ആ താങ്കളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുമായിരുന്നു എന്നൊക്കെ താങ്കൾ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷെ അത് നിരന്തരമായി പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ അവരെ കൂടി നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. സ്നേഹമുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ് വ്യക്തിപരമായ കാര്യങ്ങൾ ഇതുപോലെ പൊതുമധ്യത്തിൽ എടുത്തിട്ട് അലക്കുന്നത്. വ്യക്തിപരമായ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ താങ്കളുടെ തോന്നലുകൾ പൊതുമധ്യത്തിൽ എടുത്തിട്ട് അലക്കുന്നത് എന്നുള്ളത് വളരെ മാന്യമായി പറഞ്ഞോട്ടെ.